2026 തുടക്കം മുതൽ സോഷ്യൽ മീഡിയയിലും മറ്റു മാധ്യമങ്ങളിലും സജീവമായ ഒരു ചർച്ചയാണ് 500 രൂപയുടെ നോട്ടുകൾ നിരോധിക്കുന്നു എന്നത്. 2026 മാർച്ച് മാസത്തോടുകൂടി ATMകളിൽ നിന്ന് 500 രൂപ നോട്ടുകൾ ലഭിക്കില്ലെന്നും ഈ നോട്ടുകൾ അസാധുവാകുമെന്നും വ്യാപകമായി പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാരോ റിസർവ് ബാങ്കോ ഇത്തരത്തിൽ ഔദ്യോഗികമായ ഒരു അറിയിപ്പും നൽകിയിട്ടില്ല എന്നതാണ് വസ്തുത. നിലവിൽ വിപണിയിലുള്ള 500 രൂപയുടെ നോട്ടുകൾ നിയമപരമായി തന്നെ തുടരും. മുൻപ് 2000 രൂപ നോട്ടുകൾ പിൻവലിച്ചപ്പോൾ വ്യാജ നോട്ടുകൾ തടയുക, ഡിജിറ്റൽ ഇടപാടുകൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നത്. രാജ്യത്തെ പണരഹിത സമ്പദ് വ്യവസ്ഥയിലേക്ക് നയിക്കുക എന്ന വിശാലമായ ലക്ഷ്യത്തിന്റെ ഭാഗമായിരുന്നു ആ തീരുമാനങ്ങൾ. എന്നാൽ 500 രൂപയുടെ നോട്ടുകളുടെ കാര്യത്തിൽ ഇത്തരമൊരു തീരുമാനം സർക്കാർ കൈക്കൊണ്ടിട്ടില്ല. അതിനാൽ സാധാരണക്കാർക്ക് പരിഭ്രാന്തിയുടെ ആവശ്യമില്ലെന്നും ബാങ്കുകളും ATMകളും പതിവ് പോലെ നോട്ടുകൾ വിതരണം ചെയ്യുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. സർക്കാർ നിർദ്ദേശപ്രകാരം ഉടൻ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിലും സുരക്ഷിതമായ ഇടപാടുകൾക്കായി ഡിജിറ്റൽ പണമിടപാടുകൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട്. ദൈനംദിന ആവശ്യങ്ങൾക്കായി UPI, ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡുകൾ, മൊബൈൽ വാലറ്റുകൾ എന്നിവ ഉപയോഗിക്കുന്നത് കൂടുതൽ സൗകര്യപ്രദമാണ്. കൈവശമുള്ള അധികം വരുന്ന പണം ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കുന്നത് വഴി ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന അസൗകര്യങ്ങൾ ഒഴിവാക്കാനും ഇലക്ട്രോണിക് പേയ്മെന്റ് രീതികളോട് വേഗത്തിൽ പൊരുത്തപ്പെടാനും സാധിക്കും. ചുരുക്കത്തിൽ രാജ്യത്തെ സാധാരണക്കാർക്ക് കടകളിലും ബാങ്കുകളിലും മറ്റു ബിസിനസ് ഇടപാടുകളിലും 500 രൂപയുടെ നോട്ടുകൾ യാതൊരു തടസ്സവുമില്ലാതെ തുടർന്നും ഉപയോഗിക്കാം. 2026 ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ലളിതമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും കറൻസി പിൻവലിക്കൽ എന്ന നീക്കം നിലവിലില്ല. സുരക്ഷയും സുതാര്യതയും ഉറപ്പാക്കാൻ സാധ്യമായ ഇടങ്ങളിലൊക്കെ ഡിജിറ്റൽ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് മാത്രമാണ് നിക്ഷേപകർക്കും സാധാരണക്കാർക്കും നൽകുന്ന നിർദ്ദേശം.